നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന സംഭവങ്ങൾ. സഫിയ വധം വിധി ചൊവ്വാഴ്ച, കാതോർത്ത് കാസർകോട്. ജില്ലയിൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണിയുണ്ടാകും, പുനഃസംഘടന ഉടൻ. നരേന്ദ്രമോദിയുടെ വർഗീയ കാഴ്ചപ്പാടിനെതിരെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കുമെന്ന് DCC പ്രസിഡന്റ്. മുഖംമിനുക്കി കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി ബേക്കൽ ഫോർട്ട് റോട്ടറി ക്ലബ് പ്രവർത്തകർ. ജില്ലാ ആശുപത്രിയിലേക്കുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ കൈമാറി. മാനവ മൈത്രി സംഗമം സംഘടിപ്പിച്ചു. മീപ്പുഗിരി LP സ്കൂളിലായിരുന്നു പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. കോളിളക്കം സൃഷ്ടിച്ച സഫിയ വധക്കേസിൽ വിധി ചൊവ്വാഴ്ച. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. 2007 നാടിന് നൽകിയ കൊലപാതകം അരങ്ങേറിയത്. കർണാടക അയ്യങ്കേരി സ്വദേശിനിയായ സഫിയ എന്ന 14-കാരി ഗോവയിലെ കരാറുകാരൻ പൗവൽ മാസ്തിക്കുണ്ടിലെ ഹംസയുടെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും പിന്നീട് ഗോവയിലെ കനാലിൽ കൊന്നുകുഴിച്ചുമൂടിയ നിലയിൽ കാണപ്പെടുകയുമായിരുന്നു. സഫിയയുടെ തിരോധാനം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. കാസർഗോഡ് ജനകീയ പ്രക്ഷോഭം ശക്തമായതോടെ പ്രതികൾക്ക് പിടിവിടുകയും അന്വേഷണം ശക്തമാവുകയും ചെയ്തു. 50-ലേറെ ദിവസം നീണ്ടുനിന്ന ജനകീയ സമരമാണ് കാസർഗോഡ് അരങ്ങേറിയത്. 1-ാം പ്രതി CA ഹംസ, ഭാര്യ മൈമുന, കുമ്പള ആരിക്കാടിയിലെ അബ്ദുള്ള, മടിക്കേരി അയ്യങ്കേരിയിലെ മൊയ്തു, ആദൂർ ASC ആയിരുന്ന ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ. ജില്ലയിൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണിയുണ്ടാകും, പുതിയ കമ്മിറ്റികൾ ഉടൻ നിലവിൽ വരുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPCC നിർവാഹക സമിതി യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി പുനഃസംഘടനാ സമിതിയുടെ യോഗം ഉടൻ വിളിച്ചുകൂട്ടി. ബ്ലോക്ക് DCC ഭാരവാഹികളുടെ ലിസ്റ്റിന് അന്തിമ രൂപം നൽകുന്നതിന് ജില്ലാ ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും KPCC നിർവാഹക സമിതി അംഗങ്ങളുടെയും യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ ബൂത്തുകളിലും ഓഗസ്റ്റ് 9 മുതൽ 14 വരെ കോൺഗ്രസ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുന്നതിനും UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളും വർഗീയ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുന്ന ലഘുലേഖകൾ മുഴുവൻ വീടുകളിലും എത്തിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളും 16-ന് ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിലും 3 മുനിസിപ്പാലിറ്റികളിലും വിപുലമായ പദയാത്രയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, മോഡി സർക്കാർ ഈ രാജ്യത്തെ വൻകിടക്കാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന സമീപനങ്ങളും റബ്ബർ കർഷകരും നാളികേര കർഷകരും ഉൾപ്പെടെ കേരളത്തിലെ കൃഷിക്കാരുൾപ്പെടെയുള്ളവരുടെ പ്രയാസങ്ങൾക്ക്, സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ വൈമുഖ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ പോർമുഖങ്ങൾ ഈ കേരളത്തിലാകെ കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ജില്ലയിലും അത്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് പ്രതിപാദിക്കുന്ന ലഘുലേഖകൾ ഈ ഭവന സന്ദർശന പരിപാടികളിൽ 6 ദിവസം എല്ലാ വീടുകളും, ഒരൊറ്റ വീട് പോലും ഒഴിയാതെ 6 ദിവസം ജില്ലയിൽ ഭവന സന്ദർശന പരിപാടികൾ ബൂത്ത് തലത്തിൽ നടത്തപ്പെടുകയാണ്. ഓഗസ്റ്റ് മാസം അവസാന വാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ, KPCC നിർവാഹക സമിതി അംഗം ഗംഗാധരൻ നായർ, P അഷ്റഫ് അലി, PK ഫൈസൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് പുതിയ മുഖം, നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണിപ്പോൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴി താറുമാറായി കിടക്കുകയായിരുന്നു. കുണ്ടും കുഴികളും കാരണം ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പണി തുടങ്ങിയതോടെ ബസ് സ്റ്റാൻഡിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഇന്റർലോക്ക് ചെയ്ത് വരികയാണ്. ഇത് പൂർത്തിയായാൽ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും യാത്ര സുഗമമായിരിക്കും. നിരവധി നാളെ പണി തുടങ്ങാതെ കിടക്കുന്ന ബസ് സ്റ്റാൻഡിന് പുതുജീവൻ നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി ബേക്കൽ ഫോർട്ട് റോട്ടറി ക്ലബ് പ്രവർത്തകർ. ജില്ലാ ആശുപത്രിയിലേക്ക് 2 ഡയാലിസിസ് യൂണിറ്റുകൾ കൈമാറി. നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്കിലേക്ക് 2 ഡയാലിസിസ് യൂണിറ്റുകൾ കൈമാറി. റോട്ടറി ഗവർണർ വിവേക് അറാന കൈമാറ്റ ചടങ്ങ് നിർവഹിച്ചു. It is, as I have said earlier, it is a historic day because
Who hasn't heard of Kerala? Everyone in the world, even people on the moon, have heard of Kerala. But very few people outside Kerala have heard of this district. I'm being honest about you. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ശ്യാമളദേവി മുഖ്യാതിഥിയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ, കെ ശ്രീധരൻ, വിജി നയനാർ, ഡോക്ടർ ജയപ്രകാശ് പി ഉപാധ്യായ, ഡോക്ടർ AV ദിനേശ് കുമാർ, ഡോക്ടർ കെ സുധാകരൻ, എ ബാലകൃഷ്ണൻ നായർ, MV ബാലകൃഷ്ണൻ, തോമസ് പൈനാപ്പിള്ളി, M വിനോദ്, ഡോക്ടർ മഞ്ജുനാഥ ഷെട്ടി, ഡോക്ടർ KG പൈ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെയും സഹൃദയരുടെയും ആഭിമുഖ്യത്തിൽ മാനവ മൈത്രി പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സമൂഹ നോമ്പുതുറയും നടന്നു. മാനവ മൈത്രി സംഗമം കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ എന്നിവർ മുഖ്യാതിഥികളായി. DYSP TP രഞ്ജിത്ത്, ഫാദർ ആന്റണി, കൊപ്പൽ ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, മാധവ മാസ്റ്റർ, കൃഷ്ണൻ നമ്പൂതിരി, റിട്ടയർ RTO ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംബന്ധിച്ചു. കവി കയ്യാർ കിഞ്ഞണ്ണറയ്യെ ആദരിച്ചു. കർണാടക വിദ്യാവർദ്ധക സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ധാർവാഡ് കർണാടക വിദ്യാവർദ്ധക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കന്നഡ കവി കയ്യാർ കിഞ്ഞണ്ണറയ്യെ ആദരിച്ചു. ബദിയടുക്കയിലെ കവിയുടെ വസതിയിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാവർദ്ധക സംഘം പ്രസിഡന്റ് പാട്ടില പുട്ടപ്പ ഉദ്ഘാടനം ചെയ്തു. ಲಿಂಗ್ವಿಸ್ಟಿಕ್ ಮೈನಾರಿಟೀಸ್ ಕಮಿಷನರ್ ಪ್ರತಿಯೊಂದು ರಾಜ್ಯದಲ್ಲೂ ಇದ್ದಾರೆ. ಅವರು ಆ ರಾಜ್ಯದ ಭಾಷಾ ಅಲ್ಪಸಂಖ್ಯಾತರಿಗೆ ಏನು ತೊಂದರೆ ಆಗುತ್ತದೆ ಅನ್ನೋ ಬಗ್ಗೆ ಕೇಂದ್ರ ಸರ್ಕಾರಕ್ಕೆ ವರದಿ ಮಾಡಬೇಕು. ಆದರೆ ಈ ಲಿಂಗ್ವಿಸ್ಟಿಕ್ ಮೈನಾರಿಟಿ ಕಮಿಷನರ್ ಮಹಾರಾಷ್ಟ್ರದಲ್ಲಿಯೂ ಅಸಮರ್ಥರಾಗಿದ್ದಾರೆ, കേരളത്തിലും അസമർത്ഥരാക്കിದ್ದಾರೆ. ചടങ്ങിൽ മോഹൻ നാഗണ്ണ, വിശ്വേശ്വരി ഹിരേമഠം, കശ്യാപ്, നാഗരാജ്, മഹേഷ് എന്നിവർ സംബന്ധിക്കുകയുണ്ടായി. മുളിയാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് 1ാം വാർഡ് റിലീഫ് വിതരണം ചെയ്തു. നിരവധി കുടുംബങ്ങൾക്കാണ് സഹായം നൽകിയത്. മുളിയാർ പഞ്ചായത്ത് 1ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ റിലീഫ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് എടനീർ സ്വാഗതം പറഞ്ഞു. റിലീഫിന്റെ ഭാഗമായി 46 കുടുംബങ്ങൾക്കുള്ള ശിഹാബ് തങ്ങൾ സമാശ്വാസ പെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലിയും 120 കുടുംബങ്ങൾക്കുള്ള കിറ്റ് മണ്ഡലം പ്രസിഡന്റ് MS മുഹമ്മദ് കുഞ്ഞിയും വിതരണം ചെയ്തു. AB ഷാഫി, KB മുഹമ്മദ് കുഞ്ഞി, ഉംബു തങ്ങൾ, M യൂസഫ്, BA മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രസംഗിച്ചു. ഇനി പുണ്യം തേടി. മഞ്ചേശ്വരം പ്രസ് ക്ലബ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്തു. മഞ്ചേശ്വരം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗഹാർദ്ദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഹിൽസൈഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് CPI ജില്ലാ നിർവാഹക സമിതി അംഗം BV രാജൻ ഉദ്ഘാടനം ചെയ്തു. അനീഷ് ഉപ്പള അധ്യക്ഷനായി. റംസാൻ മാസത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് ഇഫ്താർ സംഗമം നടത്തി മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിൽ മഞ്ചേശ്വരത്തെ പത്രപ്രവർത്തകരുടെ ശ്രമം ശ്ലാഘനീയമാണെന്ന് BV രാജൻ പറഞ്ഞു. മതപരമായ പ്രവർത്തനങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിയ ശ്രീ അനിയച്ചിക്ക് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ ആദരാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ പവിത്ര മാസത്തിൻ്റെ ജറൽക്കട്ട ഇടവക വികാരി ഫാദർ അലോഷ്യസ്, ലില്ലിഭായ് ടീച്ചർ, കേശവ പ്രസാദ് നാണിത്തിലു, കൃഷ്ണ ശിവകൃപ, ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹൻ, പത്രപ്രവർത്തകൻ റഹ്മാൻ ഉദ്യാവര, രവി പ്രതാപ് നഗർ, സലാം വോർക്കാടി, അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 100 കണക്കിന് ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഡയറ്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ബോധവൽക്കരണം മുഖ്യ ലക്ഷ്യം. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സ്കൂൾ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയായ ഡയറ്റിന്റെ ജില്ലാതല പരിപാടിക്ക് ചൊവ്വാഴ്ച തുടക്കമാവും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് GHSS കാസർഗോഡ് വെച്ച് നടക്കുന്ന പരിപാടി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ TE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും.
ശരിയായ ഭക്ഷണശീലം, പ്രതിരോധ കുത്തിവെപ്പും പരസ്പരം ഇടപഴകലും, വ്യായാമം, ടിവിയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും സ്വാധീനം എന്നിവയെക്കുറിച്ച് കുട്ടികളെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ പ്രസ് റിലീസ് കാസർകോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് MO വർഗീസിന് കൈമാറി ഡോക്ടർ യതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി മുഖ്യാതിഥിയായിരിക്കും. കാസർകോട് മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ അബ്ദുറഹിമാൻ കുഞ്ഞു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. വാർഡ് കൌൺസിലർ രൂപാറാണി, ഹെഡ് മിസ്ട്രസ് അനിതാബായി, ഡോക്ടർ അബ്ദുൽ സത്താർ AA, ജോസ് ഫ്രാൻസിസ്, ഡോക്ടർ റാഫി അഹമ്മദ് എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും. കാസർകോട് ജനറൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ B നാരായണ നായക് ബോധവൽക്കരണ ക്ലാസ് എടുക്കും. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം കുട്ടികളിലുള്ള ചികിത്സാ രീതിയിലുള്ള നൂതനങ്ങളായ ആശയങ്ങളെ അതിൻ്റെ മെമ്പേഴ്സിന് അറിയിക്കുക, ജേണൽ പബ്ലിക്കേഷനിലൂടെ, അതേപോലെ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ. പക്ഷേ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നത്തിലും ആരോഗ്യേതര പ്രശ്നത്തിലും എവിടെയെങ്കിലും ഇൻ്റർവെൻഷൻ, ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ ശക്തമായിട്ട് ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയാണ്, പ്രവർത്തന ലക്ഷ്യമാണ്. ഉദാഹരണത്തിന് കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ ആരോഗ്യ പ്രശ്നത്തെപ്പറ്റി രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് കുറഞ്ഞു പോകുമ്പോൾ അത് കൂട്ടുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുക, പ്രീ പ്രൈമറി എഡ്യൂക്കേഷനുള്ള അശാസ്ത്രീയമായ ട്രെൻഡ്സിനെ അതിനെതിരായിട്ട് ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെ നമ്മുടെ പ്രവർത്തന പരിപാടിയിൽപ്പെട്ടതാണ്. ഡോക്ടർ യതീശൻ, ഡോക്ടർ B നാരായണ നായക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. റോട്ടറി ക്ലബ് കാഞ്ഞങ്ങാട് മിഡ് ടൗൺ ഭാരവാഹികൾ ചുമതലയേറ്റു. വ്യാപാര ഭവനിലായിരുന്നു പരിപാടി. റോട്ടറി ക്ലബ് മിഡ് ടൗണിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വ്യാപാര ഭവനിൽ നടന്നു. ചടങ്ങിൽ ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ മുഖ്യാതിഥിയായി. Her job is to treat him nicely, cordially, entertain his mistakes, chalapa, even his anger. Now, without her support, and of course, Jairaj, I have no comments about Jairaj because this man can sleep anywhere, this man can go anywhere. There's nobody to look to control him. Unlike most of us, we have somebody at home to control. So he made a right choice. A doctor at home and a bachelor in Rotary as secretary. That's success in the making. He has really done a beautiful job because let me tell you, as a past president, there are quite a few JCs here, they'll also vows. Now, being a president and you finish your year, you get to know 4 things. One is, you will have good moments like good projects being done, nice birthdays being celebrated, you get a major donor in Rotary, that's an achievement to the president. Good moments. Now, good moments will make us happy. മിഡ് ടൗൺ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG അനിൽകുമാർ അധ്യക്ഷനായി. സ്ക്വാഡൻ ലീഡർ നാരായണൻ നായർ, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ സഞ്ജിത് സൈമൺ, നിയുക്ത പ്രസിഡന്റ് KV ശ്രീജിത്ത് രാജ്, ഡോക്ടർ KG പൈ, അഡ്വക്കേറ്റ് ജയരാജ്, നിയുക്ത സെക്രട്ടറി VV രാജേഷ്, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഖത്തർ KMCC കാസർകോട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ റിലീഫ് വിതരണം ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 4 മണിക്ക് കാസർകോട് ജനറൽ ആശുപത്രിയിലാണ് പരിപാടി. കാറുകൾ കൂട്ടിയിടിച്ച് മധ്യവയസ്കന് പരിക്ക്. കറന്തക്കാട്ടെ അശോകനാണ് പരിക്കേറ്റത്. കറന്തക്കാട് ജംഗ്ഷനിലായിരുന്നു അപകടം. പിക്കപ്പ് മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുബനൂരിലെ ഇർഷാദ്, പെരിങ്കടിയിലെ ഷെരീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്കിലെത്തിയ സംഘം സ്കോർപിയോ വാൻ കവർന്നു. ചെമ്മനാട്ട് നിന്നായിരുന്നു കവർച്ച. കൊപ്പളത്തും മൊഗ്രാലിലും കടൽക്ഷോഭം രൂക്ഷം. ഇതോടെ നിരവധി കുടുംബങ്ങൾ ഭീതിയിലായി. വിഷ്ണുമൂർത്തി തെയ്യക്കോലത്തിന്റെ ഉദ്ഭവകഥയുമായി ബന്ധമുള്ള നീലേശ്വരം കരുവാച്ചേരിയിലെ കദളിക്കുളം പുനർനിർമ്മിക്കുന്നു. കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രമാണ് സ്ഥലം വിലക്കെടുത്ത് പുനരുദ്ധരിക്കുന്നത്. പ്രാദേശിക ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായിരുന്ന കദളിക്കുളം കാലാന്തരത്തിൽ പേരിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. കുളത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇപ്പോൾ പുറമേ കാണാനില്ല. ദൈവക്കരുവായി ഉയർത്തപ്പെട്ട് തെയ്യാട്ട ചരിത്രത്തിൽ സ്ഥാനം നേടിയ പാലന്തായി കണ്ണനെ കുറുവാട്ടുകുറുപ്പ് എന്ന ക്രൂരനായ ജന്മി കൊലപ്പെടുത്തിയത് കദളിക്കുളത്തിലാണ്. കുറുപ്പിന്റെ ആശ്രിതനായിരുന്ന പാലന്തായി കണ്ണൻ ജന്മിയുടെ കോപത്തിന് ഇരയായതോടെ വധഭീഷണി ഭയന്ന കണ്ണൻ നാടുവിടുകയായിരുന്നു. 7 വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തിയപ്പോൾ കദളിക്കുളത്തിലിറങ്ങി ദേഹശുദ്ധി വരുത്തി. വീട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ കണ്ണനെ കുറുവാട്ടുകുറുപ്പിന്റെ ആളുകൾ കുതിച്ചെത്തി കദളിക്കുളത്തിൽ കൊലപ്പെടുത്തി. ഇതേ തുടർന്ന് കുറുപ്പിന്റെ കുടുംബത്തിൽ ദുർനിമിത്തങ്ങളുണ്ടായി. ആരും തിരിഞ്ഞു നോക്കാതായ കുളം കുറുപ്പന്മാർ തന്നെ പിന്നീട് മൂടുകയും ചെയ്തു.
കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രത്തിലെ തെയ്യക്കോലമായി കണ്ണൻ ഉയർത്തപ്പെട്ടതോടെ കദളിക്കുളം വാമൊഴി ചരിത്രങ്ങളിലും പിന്നീട് പ്രാദേശിക ചരിത്രത്തിലും ഇടം നേടി. കോട്ടപ്പുറം ക്ഷേത്രത്തിൽ മാത്രമാണ് പാലന്തായി കണ്ണന് കോലമുള്ളത്. വടക്കേ മലബാറിൽ ഉടനീളം കെട്ടിയാടുന്ന വിഷ്ണുമൂർത്തി തെയ്യക്കോലത്തിന്റെ ആരൂഢസ്ഥാനം കൂടിയാണ് ഈ ക്ഷേത്രം. വിഷ്ണുമൂർത്തി തെയ്യക്കോലത്തിന്റെ ഐതിഹ്യവുമായും പാലന്തായി കണ്ണൻ ബന്ധപ്പെട്ടു നിൽക്കുന്നു. കുളം നിലനിന്നിരുന്ന സ്ഥലം ഏറ്റെടുത്ത ക്ഷേത്ര കമ്മിറ്റി ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഫിയ വധം വിധി ചൊവ്വാഴ്ച, കാതോർത്ത് കാസർകോട്. ജില്ലയിൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണിയുണ്ടാകും, പുനഃസംഘടന ഉടൻ. നരേന്ദ്രമോദിയുടെ വർഗീയ കാഴ്ചപ്പാടിനെതിരെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണമുണ്ടാക്കുമെന്ന് DCC പ്രസിഡന്റ്. മുഖം മിനുക്കി കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമായി ബേക്കൽ ഫോർട്ട് റോട്ടറി ക്ലബ് പ്രവർത്തകർ. ജില്ലാ ആശുപത്രിയിലേക്കുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ കൈമാറി. മാനവ മൈത്രി സംഗമം സംഘടിപ്പിച്ചു. മീപ്പുഗിരി LP സ്കൂളിലായിരുന്നു പരിപാടി. വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.kasaragod channel.com സന്ദർശിക്കുക. നമസ്കാരം.